3 varieties. ഗൈസ് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത്ര ഉള്ളൂ. ആദ്യമൊക്കെ എനിക്കൊന്നും ഒരു ബക്കറ്റ് തള്ളല്ല, ഒരു ബക്കറ്റ് എടുത്തിട്ട് നമ്മൾ പറമ്പത്തേക്ക് പോകാം. അപ്പം ആ ബക്കറ്റ് നിറച്ച മാങ്ങ കിട്ടുമായിരുന്നു. ഇപ്പോൾ കുറവാണ് മാങ്ങ. എനിക്കൊന്നും ആയിട്ടില്ലാന്ന് തോന്നുന്നു മാങ്ങ ഉണ്ടാവാൻ. കുറച്ച് പുളിയും ഉണ്ട്. ഇവിടെ 3 വെറൈറ്റി ആയിട്ടുള്ള നാട്ടുമാങ്ങകളാണ് ഉണ്ടാവുക. അതായത് ഒന്നൊരു കടും പച്ച കളറ്, പിന്നെ അതാണ് നല്ല മധുരം എന്നപ്പം മൂത്ത പറഞ്ഞത്. വേറെ ഒന്നുള്ളത് ഇങ്ങനത്തെ ഒരു സാധനം. ഇതൊരു ലൈറ്റ് വേറൊരു എന്താ പറയുക, ഇത് വേറൊരു ഇത്. എല്ലാത്തിനും 3നും അപാര സ്മെല്ലാണ്. ഇതാണ് കുറച്ച് പുളിയുള്ളത് എനിക്ക് തോന്നിയത്. പിന്നെ ബാക്കി 2ഉം വലിയ പ്രശ്നമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു 90s കിഡ്സിനായിരിക്കും കുറച്ചും കൂടി ഒരു നൊസ്റ്റാൾജിയ മാങ്ങ പെറുക്കലും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഉണ്ടാവും, അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വി ആർ ലക്കി ദാറ്റ് വി ആർ ഇൻ ബിറ്റ്വീൻ 20s ആൻഡ് 90s. അപ്പം നമ്മളൊക്കെ കുഞ്ഞിക്കാലം, ഞാൻ ഇന്നലെ ഈവനിങ്ങിൽ മഴ പെയ്ത് കഴിഞ്ഞപ്പം നല്ല കാറ്റിൽ കുറേ വീണിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പെറുക്കാൻ വേണ്ടി രാത്രി ഒരു 6 മണി കഴിഞ്ഞപ്പം ഞാനും ചിക്കുട്ടിയും കൂടി വന്നു. ചിക്കുവിനൊന്നും അത്ര വലിയ കുഞ്ഞു കുട്ടികളല്ല, അവരൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റഡ് അല്ല. പക്ഷെ നമ്മളൊക്കെ ആ പ്രായത്തിൽ മാങ്ങ വെച്ചാൽ അത് മാത്രമാണ് എൻ്റർടൈൻമെൻ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഴപ്പമില്ല. ചില സമയത്ത് തിന്ന് ലാസ്റ്റ് എത്തുമ്പോഴായിരിക്കും നമുക്ക് പുഴുവിനെ കാണാം. ചിലപ്പോൾ ഇരുട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. എക്സാജറേഷൻ ഇല്ല, ഇറ്റ്സ് റൈറ്റ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പറയും എല്ലില്ലല്ലോ, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല, നമ്മളൊന്നും തിന്നാൽ കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അമ്മ വിറകെടുക്കുന്നുണ്ട്. ഇന്ന് മദേഴ്സ് ഡേ അല്ലേ, അതുകൊണ്ട് അമ്മ കഷ്ടപ്പെടുക, ഞാനിങ്ങനെ ജോളി നടക്കുക. അച്ചമ്മ ഈസ് ഓൾസോ ഹിയർ. ഷീ ഈസ് പ്ലക്കിംഗ് കശുമാങ്ങ, അണ്ടിമാങ്ങ. അണ്ടി വറുക്കാൻ വന്നിട്ടാണുള്ളത് ഗൈസ്. കഴുത്ത് വേദന ആയതുകൊണ്ട് എനിക്ക് അമ്മേൻ്റെ അടുത്ത് പോയിട്ട് വിറകെടുക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കാണുന്നുണ്ടോ അമ്മേനെ? തുള്ളിൻ്റെ ഇടയിൽ അമ്മേനെ അവിടെ നിന്ന് അമ്മ വിറകെടുക്കുന്നുണ്ട്. കണ്ടോണ്ട് യെസ് പറഞ്ഞത് ഈ ഒരു മാങ്ങ ഉണ്ട്, ഈ ഒരു വെറൈറ്റി മാങ്ങ ഭയങ്കര ഒരു ഡാർക്ക് ഗ്രീൻ കളറുള്ളൊരു മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ നോക്കട്ടെ റിവ്യൂ പറയാം. ശരിയാണ്, മധുരം കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പുറത്ത് തൊലിക്കുണ്ടല്ലോ, അത് കുറച്ച് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് വേറെ തന്നെ ഒരു സ്മെല്ലും, വേറെ തന്നെ എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ സ്മെല്ലിനെ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്നറിയില്ല. ഭയങ്കര രസം. ആക്ച്വലി നമ്മൾ ആദ്യം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ മാങ്ങേൻ്റെ ബാക്ക് പാർട്ട്, ഇവിടെ ഈ ഒരു തണ്ട് ഭാഗം നമ്മൾ കടിച്ച് കളയുക. അപ്പം തന്നെ കുറേ അതിൻ്റെ ചൊനയൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ കഴിക്കാം, ഇങ്ങനെ മുമ്പിൽ കഴിക്കാനാണ് ടേസ്റ്റ്. ഫിനിഷ്ഡ്. നെക്സ്റ്റ് വെറൈറ്റി, ഈ ഒരു വെറൈറ്റി പൊട്ടിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റി ഉണ്ടോ, ഈ ഒരു ഇതിൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ കണ്ടോ, കുറച്ചൊരു നമുക്ക് നേരിട്ട് കണ്ടാൽ അങ്ങനെ മനസ്സിലാവും. ഈ ഒരു രീതിയിലുള്ളത് ഇത് വേറെ ടേസ്റ്റാണ്. ഇത് വെടക്കാതിരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഓക്കെ, ലെറ്റ്സ് ചേഞ്ച്. യെസ്, ലെറ്റ്സ് ടേക്ക് ദിസ് വൺ. ആ ഒരു ഗണത്തിൽപ്പെട്ട സെയിം മാങ്ങയാണിത്. ഇത് നമുക്കിത് നോക്കാം. ഇതൊന്നും മോശമൊന്നുമല്ല. പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ കടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തോല് കടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊരിക്കലും കഴുകാണ്ടാണോ കഴിക്കുന്നത്? ഞാനിവിടെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കഴുകിയിട്ടാണ് കഴിക്കുന്നത്. ഒരു തുണിയും ഉണ്ട്, അതിൽ തുടയ്ക്കും. യമ്മി ഫിനിഷ്ഡ്. യെസ്, അടുത്ത വെറൈറ്റിയാണ് ഈ ഒരു മാങ്ങ. അവിടെ ഇവിടെയൊക്കെ പൊട്ടുണ്ട്. ഇത് പൊളിക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും ഇതെനിക്കൊന്ന് മറ്റേ മാമ്പഴപ്പുളിശ്ശേരിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങയുണ്ട്.
ഫിനിഷ്ഡ്. ഈ മാങ്ങാണ്ടി ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ അണ്ടിക്കൊരട്ട എന്നും കൂടി പറയും. അണ്ടിക്കൊരട്ട ഫീൽസ് ലെറ്റ് ബിൽറ്റ് ഗുഡ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുക? അയ്യോ